അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വഅൻഫിഅനാ മാ അല്ലംതനാ വസിദ്നാ ഇൽമ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, ദുറൂസുൽ ലുഗത്തിൽ അറബിയ്യ ലിഗൈരി നാതിഖീന ബിഹാ എന്ന ടെക്സ്റ്റിലെ 12ാമത്തെ ചാപ്റ്ററിലെ 3ാമത്തെ തംരീനാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അന്നിസിൽ ഫായില ഫി കുല്ലി മിനൽ ജുമലിൽ ആത്തിയ. 3ാമത്തെ വായിച്ചു നോക്കൂ. ടെക്സ്റ്റിൽ അന്നിസ് മുഅന്നസാക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അന്നിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മുഅന്നസാക്കുക അഥവാ സ്ത്രീയാക്കി മാറ്റുക. അപ്പോൾ അന്നിസിൽ ഫായില, എന്തിനെ? ഫായിലിനെ. ഒരു പ്രവൃത്തി ചെയ്ത ആൾക്കാണെന്ന് പറയുക ഫായിലി എന്ന് പറയുന്നത്. അപ്പോൾ ഫായിലിനെ എന്താക്കി മാറ്റണം? ഫായിലിനെ മുഅന്നസാക്കി മാറ്റണം. ഇതാണ് അന്നിസ് അൽ ഫായില. അപ്പോൾ 2 സുക്കൂനുകൾ ഒരുമിച്ച് വരുന്ന സന്ദർഭമായതുകൊണ്ട് അവിടെ വായിക്കൽ എങ്ങനെയാണ്? അന്നിസിൽ ഫായില എന്ന് വരും. താഴെ അതിൻ്റെ നിയമം വരുന്നുണ്ട്. ആ സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യുക? അത് വായിക്കാം. അന്നിസിൽ ഫായില, ഫായിലിനെ മുഅന്നസാക്കുക. മുഅന്നസ് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാക്കി മാറ്റുക. ഫായിൽ എന്ന് പറഞ്ഞാലോ പ്രവൃത്തി ചെയ്ത വ്യക്തിക്കാണ് ഫായിലി എന്ന് പറയാം. ഫീ കുല്ലി മിനൽ ജുമലിൽ ആത്തിയ, താഴെയുള്ള മുഴുവൻ ജുംലകളിലും. അപ്പോൾ താഴെയുള്ള മുഴുവൻ ജുംലകളിലും വന്ന ഫായിലിനെ എന്താക്കി മാറ്റണം? സ്ത്രീലിംഗമാക്കി മാറ്റുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ശരി, ഇത് നമ്മൾ വായിക്കുന്നതോടുകൂടി നമ്മൾ ഫിഅലുകൾ വെച്ചുകൊണ്ട് അഥവാ കർമ്മങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ കൂടെ നമ്മൾ പരിശീലിക്കുകയാണ്. 1ാമത്തെ ഉദാഹരണം നോക്കൂ. 1ാമത്തേത് എന്താണ്? മിസാൽ ഖറജ മുഹമ്മദ് മിനൽ ബൈത്ത്. ഖറജ യാനി ഖറജയുടെ അർത്ഥം എന്താണ്? പുറപ്പെട്ടു എന്നാണ്. ഖറജ മുഹമ്മദ് മിനൽ ബൈത്തി, മുഹമ്മദ് വീട്ടിൽ നിന്നും പുറപ്പെട്ടു. എന്നാൽ മുഹമ്മദിന് പകരം ഇവിടെ വെച്ചത് ആരെയാണ്? നോക്കൂ, ആമിനയെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വെച്ചിട്ടുള്ളത്. ഉണ്ടോ? ആമീന. അപ്പോൾ ഖറജത്ത് ആമീനത്തു മിനൽ ബൈത്തി. അപ്പോൾ ഖറജ എന്നത് മുഹമ്മദുൻ എന്നതിലേക്ക് ഖറജ വന്നപ്പോൾ ആമിനയായി മാറിയപ്പോൾ ഖറജ എന്നത് എന്തായി മാറി? ഖറജത്ത് എന്നായി മാറി. അപ്പോൾ ഈ താ അഥവാ സ്ത്രീലിംഗത്തെ അഥവാ സ്ത്രീ വിഭാഗത്തെ അറിയിക്കുന്നതാണ് എന്നും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് മനസ്സിലാക്കുക. ശരി, അതേപോലെ താഴെയുള്ള ഉദാഹരണങ്ങൾ ഓരോന്ന് നോക്കൂ. ദഹബൽ മുദർരിസു ഇലൽ ഫസ്ലി. ദഹബൽ മുദർരിസു ഇലൽ ഫസ്ലി. ചോദ്യം എന്താണ്? ഇവിടെ ആരാണ് ഫായിലി എന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം. അപ്പോൾ ഇവിടെ ആരാണ് ഫായിലി? ഫായിലി എന്ന് പറഞ്ഞാൽ എന്താ? പ്രവൃത്തി ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ അൽ മുദർരിസു ഇലൽ ഫസ്ലി ദഹബ. ദഹബ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പോയി അല്ലേ? അതെ. ദഹബൽ മുദർരിസു ഇലൽ ഫസ്ലി, അധ്യാപകൻ ക്ലാസ്സിലേക്ക് പോയി. അപ്പോൾ എങ്ങനെയാണ് വായിക്കുക? ആ വായനകളുടെ കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. ദഹബ എന്ന് കഴിഞ്ഞാൽ അൽ മുദർരിസു എന്ന് വായിക്കണോ? അൽ മുദർരിസി എന്ന് വായിക്കണോ? അൽ മുദർരിസ എന്ന് വായിക്കണോ? ദഹബ എന്നത് ഫിഇലാണ് അഥവാ ഒരു കർമ്മമാണ്. കർമ്മം ചെയ്ത വ്യക്തിക്ക് എന്താണ് പറയപ്പോഴും? കർമ്മം ചെയ്ത വ്യക്തിക്ക് ഒന്നായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? ദഹബൽ മുദർരിസു എന്നാണ് വായിക്കേണ്ടത്. ദഹബൽ മുദർരിസു ഇലൽ ഫസ്ലി, ക്ലാസ്സിലേക്ക് പോയി. അടുത്ത നോക്കൂ, 2ാമത്തെ ഉദാഹരണം കൂടെ നോക്കൂ. 2ാമത്തെ ഉദാഹരണം ദഹബ അബീ ഇലൽ മുസ്തഷ്ഫ. ദഹബ അബീ ഇലൽ മുസ്തഷ്ഫ, എൻ്റെ ബാപ്പ ഹോസ്പിറ്റലിലേക്ക് പോയി എന്നാണ്. 3ാമത്തേത് ജലസ ത്വാലിബു ഫിൽ ഫസ്ലി, വിദ്യാർത്ഥി ക്ലാസ്സിൽ ഇരുന്നു എന്നാണ്. 4ാമത്തേത് ഖറജ അഹീ മിനൽ ബൈത്തി, എൻ്റെ സഹോദരൻ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. എൻ്റെ സഹോദരൻ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. എവിടേക്കാണ്? അങ്ങാടിയിലേക്കോ അല്ലെങ്കിൽ പള്ളിയിലേക്കോ എവിടേക്കോ. എങ്കിൽ ഇതിനെന്ത് ചെയ്യണം? ഈ 4 എണ്ണത്തിലും വരുന്ന ഫായിൽ ഏതാണ് എന്ന് നമ്മൾ ആദ്യം അതിനെ കണ്ടെത്തണം. ഏതാണ് ഫായിൽ? ഫിഇൽ ചെയ്ത വ്യക്തിക്കാണ് അഥവാ കർമ്മം ചെയ്ത വ്യക്തിക്കാണ് ഫായിൽ എന്ന് പറയുന്നത് എങ്കിൽ ദഹബൽ മുദർരിസു എന്നതിലെ ഫായിൽ ഏതാണ്? അൽ മുദർരിസു എന്നതാണ്.
അപ്പോൾ ഫായിലിന് എപ്പോഴും എന്താണ് ഉണ്ടാവുക? ഫായിലാണ് എന്നുണ്ടെങ്കിൽ ഫായിലിന് ലൊമ്മാണ് കൊടുക്കുക. അപ്പോൾ അവിടെ എങ്ങനെ വായിക്കുക? ദഹബൽ മുദർരിസു. അപ്പോൾ ദഹബൽ മുദർരിസു ഇലൽ ഫസ്ലി, അധ്യാപകൻ ക്ലാസ്സിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? ഫായിലിനെ മുഅന്നസാക്കി മാറ്റണം. ഫായിലിനെ മുഅന്നസാക്കി മാറ്റുമ്പോൾ മുദർരിസ് എന്നതിന് എന്ത് ചെയ്യണം? മുഅന്നസാക്കി മാറ്റുക. അപ്പോൾ എങ്ങനെയാണ് മുദർരിസിനെ നമ്മൾ മുഅന്നസാക്കി മാറ്റുക? ഒരു നാമത്തെ നമുക്ക് മുഅന്നസാക്കി മാറ്റാൻ വളരെ എളുപ്പമാണ്. മുദർരിസുൻ എന്നതിനെ എന്താക്കി മാറ്റിയാൽ മതി? മുദർരിസത്തുൻ എന്നാക്കി മാറ്റാം. മുദർരിസത്തുൻ, മുദർരിസത്തുൻ അല്ലേ? ദാരിസുൻ എന്നാണെങ്കിലോ ദാരിസുൻ, ഇത് വിദ്യാർത്ഥി, വിദ്യാർത്ഥിനി എന്നാക്കി മാറ്റാൻ ദാരിസത്തുൻ. കേട്ടോ, ദാരിസത്തുൻ. അപ്പോൾ താ ഉൽ മർബൂത്ത് ചേർത്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് മുദക്കറിനെ മുഅന്നസാക്കി മാറ്റാൻ കഴിയും. എങ്കിൽ ഇവിടെ ദഹബൽ മുദർരിസു, മുദർരിസ് എന്നതിനെ നമുക്ക് എന്താക്കി മാറ്റണം? അതിനെ മുഅന്നസാക്കി മാറ്റണം. എങ്ങനെയാക്കി മാറ്റാം? ദഹബൽ മുദർരിസു എന്നതിനെ ദഹബൽ മുദർരിസതു ഇലൽ ഫസ്ലി. ശരി, രണ്ടാമത്തേതോ ദഹബ അബീ, ദഹബ അബീ എന്നതിനെ നമുക്ക് എന്താക്കി മാറ്റണം? ദഹബ അബി, അബീ ഇലൽ മുസ്തഷ്ഫ. അപ്പോൾ അബുൻ എന്നതിൻ്റെ മുഅന്നസ് എന്താണ്? ഉപ്പ എന്നതിനെ പെണ്ണാക്കി മാറ്റും ഉമ്മ അല്ലേ? അപ്പോൾ ദഹബ അബി ഇലൽ മുസ്തഷ്ഫ എന്നതിനെ എന്താക്കി മാറ്റണം? ദഹബത്ത് ഉമ്മി ഇലൽ മുസ്തഷ്ഫ. അപ്പോൾ ദഹബ എന്നതിലേക്ക് ദഹബത്ത് എന്ന് ചേർത്ത് ദഹബത്തിൽ മുദർരിസത്തു ഇലൽ ഫസ്ലി എന്നതാണ് ഒന്നാമത്തതിൻ്റെ ഉത്തരം. രണ്ടാമത്തേത് ദഹബത്ത് അബി എന്നതിന് പകരം ദഹബ അബി എന്നതിന് പകരം ദഹബത്ത് ഉമ്മി ഇലൽ മുസ്തഷ്ഫ എന്നാക്കി മാറ്റണം. മൂന്നാമത്തേത് ജലസ ത്വാലിബു ഫിൽ ഫസ്ലി എന്നതിനെ ജലസ ത്വാലിബു, ത്വാലിബിനെ മുഅന്നസാക്കി മാറ്റുമ്പോൾ ത്വാലിബത്ത്. അപ്പോൾ ജലസത്ത്, ജലസത്തി ത്വാലിബത്തു ഫിൽ ഫസ്ലി, ജലസത്തി ത്വാലിബത്തു ഫിൽ ഫസ്ലി. ശരി, നാലാമത്തേത് ഖറജ അഹീ മിനൽ ബൈത്തി എന്നതിനെ അഹുൻ എന്നതിനെ മുഅന്നസാക്കി മാറ്റൽ എന്താണ്? ഉഖ്ത്. അപ്പോൾ ഖറജത്ത് ഉഖ്തി മിനൽ ബൈത്തി. അപ്പോൾ ഇവിടെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇതിനെ മാത്രം മുദർരിസ് എന്നതിനെ മാത്രം മുഅന്നസാക്കി മാറ്റിയാൽ പോരാ, ദഹബത്ത്, ദഹബ എന്നതിനെയും മുഅന്നസാക്കി മാറ്റണം. അപ്പോൾ ദഹബ ദഹബത്ത്, ജലസ ജലസത്ത്, ഖറജ ഖറജത്ത്. അപ്പോൾ ദഹബത്തിൽ മുദർരിസത്തു ഒന്നാമത്തതിൻ്റെ ഉത്തരം. രണ്ടാമത്തേത് ദഹബത്ത് ഉമ്മി. മൂന്നാമത്തേത് ജലസത്തി ത്വാലിബത്തു. നാലാമത്തേത് ഖറജത്ത് ഉഖ്തി. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ശരി, അടുത്ത നോക്കൂ, തഅമ്മൽ മായലി. അപ്പോൾ മുകളിൽ കൊടുത്ത ഉദാഹരണങ്ങളിൽ തന്നെ ഒരു പക്ഷേ വായനയിൽ നിങ്ങൾക്ക് ചില കൺഫ്യൂഷനുകൾ വന്നിട്ടുണ്ടാകും. അതിവിടെ എന്ത് ചെയ്യാണ്? തീർക്കുകയാണ്. തഅമ്മൽ മായലി, താഴെയുള്ളതിനെ പറ്റി, താഴെയുള്ളതിനെ നിങ്ങൾ നിരീക്ഷിക്കുക എന്നാണ്. എന്നാൽ താഴെ കൊടുത്തത് ജലസത്ത് അത്തോലിബത്തു. കേട്ടോ, ജലസത്ത് അത്തോലിബത്തു. അവിടെ സുക്കൂനെ പ്രകടമാക്കി കൊടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്താണ്. എന്നിട്ട് അതിനെ ഒന്നും കൂടെ എന്ത് ചെയ്തു? പിരിച്ചിട്ട് എഴുതാണ് ജലസത്ത്. താഴെ ഒരു കെസറും കൂടെ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിലും അങ്ങനെ തന്നെയാണ് വന്നത്. ജലസത്ത് എന്നതിന് എന്ത് ചെയ്തിട്ടുണ്ട്? താഴെ ഒരു കെസറും കൂടെ കൊടുത്തോണ്ടല്ലേ. ഇതാ സുക്കൂനും കൊടുത്തു, താഴെ അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഇതെന്താണ്? രണ്ടും കൂടെ ഇങ്ങനെ തരാനുണ്ടായൊരു കാരണം എന്താണ്? ഒരു നിയമം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് ഷെയ്ഖ്. എന്താണത്? ആ നിയമമാണ് താഴെ ഒന്നും കൂടെ കൊടുക്കുന്നത്. കണ്ടോ, ഇതിലേക്ക് നോക്കൂ. അവിടെ കൊടുത്തത് എന്താണ്? ഒന്ന് സുക്കൂനാണ്, അതിന് ശേഷം അലിഫ്ലാമ് വന്നു, സുക്കൂനിലേക്ക് ചേർത്ത് അലിഫ്ലാമ് വന്നു. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ നിയമം എന്തായി മാറും? അതിനെ കെസറാക്കി മാറ്റി. കണ്ടോ, എന്നിട്ട് അലിഫ്ലാമും കൂടെ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് മനസ്സിലാകുന്നത്, നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, അറബി ഭാഷയിൽ രണ്ട് സുക്കൂനുകൾ ഒരുമിക്കുക എന്നുള്ളത്, രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് ചേർത്ത് വായിക്കുക എന്നുള്ളത് സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ അത് പ്രയാസമാണ്. അവിടെ രണ്ട് സുക്കൂനുകൾ വരുമ്പോൾ വരുന്ന ഒരു നിയമമാണ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് അൽ എന്ന് പറഞ്ഞാൽ അതിലെന്താണുള്ളത്? അൽ ഖലമു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ്? അൽ, അലാമിന് സുക്കൂനാണ്. എന്ന പോലെ ഇവിടെയും എന്ത് ചെയ്തു? അത്വാലിബത്തു എന്ന് കൊടുക്കുമ്പോൾ
അൽ ത്വാലിബത്തു എന്നാണ്. അൽ ത്വാലിബത്തു എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കാം. അൽ ത്വാലിബത്തു ഇവിടെ സുക്കൂനാണ് യഥാർത്ഥത്തിൽ. പക്ഷെ ഇവിടെ ഇത് ഹുറൂഫ് ഷംസിയയായതുകൊണ്ട് ആ സുക്കൂൻ എന്ത് ചെയ്യുന്നില്ല, പ്രകടമാകുന്നില്ല എന്ന് മാത്രം. സുക്കൂന് പ്രകടമാകുന്നില്ല. എന്നാൽ അതേ സമയത്ത് അതിൻ്റെ തൊട്ട് മുമ്പ് വന്നതോ, അതിൻ്റെ തൊട്ട് മുമ്പ് വന്നതും സുക്കൂനാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കാം. ജലസത്ത്, 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 അതിൻ്റെ ശേഷം വീണ്ടും അത്വാലിബത്തു എന്ന് വന്നു. അത്വാലിബത്തു. അപ്പം ഇവിടെ സുക്കൂനാണ്. അപ്പോൾ രണ്ട് സുക്കൂനുകൾ ചേർന്ന് വരുമ്പോൾ അത് പാടില്ലാത്തതാണ്. ഇൽത്തിഖാ സാക്കിനൈൻ പാടില്ലാത്തതായതുകൊണ്ട് തന്നെ രണ്ട് സുക്കൂന് വരുമ്പോൾ ഈ ഒരു സന്ദർഭങ്ങളിൽ താ വരുമ്പോൾ, മുഅന്നസിൻ്റെ താ വരുന്ന സന്ദർഭങ്ങളിൽ അവിടെ എന്ത് വരുന്നുണ്ട്, കെസറായി മാറും. അതുകൊണ്ട് തന്നെ ഇതിനെ ജലസത്തി എന്ന് വായിക്കണം. ജലസത്ത് എന്നുള്ളതിനെ ജലസത്തി ത്വാലിബത്തു എന്ന വായിക്കുക. ഈ ഒരു നിയമം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഷെയ്ഖ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് വരുമ്പോൾ, പ്രത്യേകിച്ച് മുഅന്നസിൻ്റെ താ, ഇതുപോലെ ജലസത്ത്, കതബത്ത് തുടങ്ങിയിട്ടുള്ള താ, ആ താഇന് സുക്കൂന് വരികയും ശേഷം വരുന്നതിനും സുക്കൂന് വരുന്ന സന്ദർഭങ്ങളിൽ ആ താഇന് കെസറിട്ടുകൊണ്ടാണ് വായിക്കുക. ആ നിയമമാണ് ഇവിടെ ഷെയ്ഖ് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ജലസത്ത് അത്വാലിബത്തു എന്ന് പറയുന്നതിനെ ജലസത്തി ത്വാലിബത്തു എന്നായി മാറിയത് ഏത് റൂട്ടിലൂടെയാണ് എന്ന് മനസ്സിലാക്കി എന്ന് മാത്രം. ശരി, അഞ്ചാമത്തെ നോക്കൂ. ഇഖ്റ ഇൽ ജുമലൽ ആത്തിയത്ത. ഇഖ്റ ഇൽ ജുമലൽ ആത്തിയ, താഴെയുള്ള ജുംല വായിക്കുക. ഒന്നാമത്തേത് മനിൽ ഫതല്ലദീ ഖറജ മിൻ ബൈതികൽ ആൻ ഹുവ ഇബ്നു അമ്മി. രണ്ടാമത്തേത് മനിൽ ഫതാത്തുല്ലത്തി ഖറജത് മിൻ ബൈതികൽ ആൻ യാ മുഹമ്മദ് ഹിയ ബിൻതു ഖാലത്തി. മൂന്നാമത്തേത് ലിമനിൽ മിഫ്താഹുല്ലദീ അലൽ മക്തബി ഹുവ ലിൽ മുദർരിസി. നാലാമത്തേത് ലിമനി സാഅത്തുല്ലത്തി അല സരീരി ഹിയ ലി സൗജി ഉഖ്തി. അപ്പോൾ ഇവിടെ വായിച്ച് മനസ്സിലാക്കുക. എന്താണത്? മനിൽ ഫത. മനിൽ ഫത്ത, ആരാണ് ആ യുവാവ്? ഏത് യുവാവ്? അല്ലദീ ഖറജ, പുറപ്പെട്ടതായ ആ യുവാവ്. മിൻ ബൈതികൽ ആൻ, നിൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടതായ ആ യുവാവ് ആരാണ്? അങ്ങനെയുള്ള ശൈലി ഉണ്ടല്ലോ. ഇപ്പോൾ വന്ന ആ വ്യക്തി ആരാണ്? ഇപ്പോൾ പോയ ബസ് ഏതാണ് എന്നൊക്കെ ചോദിക്കൂലേ? ആ ഒരു അതിനാണെന്തെന്ന് പറയാം, പിന്നെ അല്ലദീ എന്നുള്ള പ്രയോഗം അത്തരം സന്ദർഭങ്ങളിലാണ് ഉപയോഗിക്കുക. ഇതിനുപയോഗിക്കുന്ന പ്രത്യേകമായ ചില നാമങ്ങളുണ്ട്. ആ നാമങ്ങൾക്ക് പറയുന്ന പേരാണത് ഇസ്മു മൗസൂല, അസ്മാ ഉൽ മൗസൂല എന്നൊക്കെ പറയും. എങ്കിൽ മനിൽ ഫതല്ലദീ ഖറജ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ പറയുമ്പോൾ മനിൽ ഫതല്ലദീ മനിൽ ഫതല്ലദീ ഖറജ, മനിൽ ഫതല്ലദീ ഖറജ, പുറപ്പെട്ടതായ യുവാവാരാണ്? ഇനി ഖുർആനിലേക്ക് നോക്കൂ. മുമ്പ് ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലദീ ഖലഖ വല്ലദീ അഖ്റജ തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ ആ രൂപത്തിലൂടെയാണ് നമ്മൾ അതിൻ്റെ അർത്ഥം പറയുന്നത്. അപ്പോൾ മനിൽ ഫതല്ലദീ ഖറജ മിൻ ബൈതികൽ ആൻ, ഇപ്പോൾ നിൻ്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടതായ യുവാവാരാണ്? ഹുവ ഇബ്നു അമ്മി. ഇവിടെ ഇങ്ങനെ വായിക്കേണ്ടത് ഹുവ ഇബ്നു അമ്മി എന്ന് വായിക്കൂല അല്ലേ? ഹുവ ഇബ്നു അമ്മി, അദ്ദേഹം എൻ്റെ അമ്മിൻ്റെ മകനാണ്. ശരി, വാപ്പയുടെ സഹോദരനാണ്, അഹുൽ അബാണ് അമ്മു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ശരി, അടുത്ത നോക്കൂ. മനിൽ ഫതാത്തുല്ലത്തി ഖറജ. ഫത എന്നുള്ളത് മുഅന്നസാണ്, എന്നാൽ ഫത എന്നുള്ളത് മുദക്കറാണ്. ശ്രദ്ധിക്കുക, ഫത എന്നുള്ളത് മുദക്കറാണ്, പുല്ലിംഗമാണ്. എന്നാൽ ഫതാത്ത് എന്ന് പറയുന്നതോ അത് സ്ത്രീലിംഗമാണ്. മനിൽ ഫതാത്തുല്ലത്തി, മനിൽ ഫതാത്തുല്ലത്തി, മനിൽ ഫതാത്തുല്ലത്തി കേട്ടോ, ഫതാത്തിലേക്ക് ചേർത്ത് അല്ലത്തി എന്നാണ് പറയാം. അപ്പോൾ ആ യുവതി ആരാണ്? അല്ലത്തി ഖറജത് മിൻ ബൈതികൽ ആന യാ മുഹമ്മദ്, മുഹമ്മദേ നിൻ്റെ വീട്ടിൽ നിന്നും ഇപ്പോൾ പുറപ്പെട്ടതായ ആ യുവതി ആരാണ്? ഹിയ ബിൻതു ഖാലത്തി, ഹിയ ബിൻതു ഖാലത്തി, അത് എൻ്റെ ഉമ്മയുടെ സഹോദരിയാണ്. ഉഖ്തുൽ ഉമ്മിനാണെന്ത് പറയുക? ഖാലത്ത്. ഹിയ അവർ, ബിൻതു ഖാലത്തി എൻ്റെ ഉമ്മയുടെ സഹോദരിയാണ്. അപ്പോൾ
നമ്മൾ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ജില്ല വരെ ഇതിനൊക്കെ വ്യത്യസ്തങ്ങളായ വാക്കുകളാണ്. അതുകൊണ്ട് ആ രൂപ ചില സ്ഥലങ്ങളിൽ അളാമ പറയും, ചില സ്ഥലങ്ങളിൽ മൂത്തമ്മ പറയും. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പറയുന്നത് കൊണ്ട് ഈ രൂപത്തിൽ പറയുന്നത് കൊണ്ടാണ്. എന്താണ് ബിന്തു ഖാലത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഉമ്മയുടെ സഹോദരിക്കാണ് ബിന്തു ഖാലത്തി എന്ന് പറയുന്നത്. ടെക്സ്റ്റിൽ തന്നെ ഒരു ഭാഗത്ത് അത് വിശദീകരിക്കുന്നുണ്ട് പ്രത്യേകിച്ച്. അടുത്തത് നോക്കൂ, മൂന്നാമത്തേത് ലിമനിൽ മിഫ്താഹുല്ലദി അലൽ മക്തബ്. ലിമനിൽ മിഫ്താഹു, നേരത്തെ പറഞ്ഞതൊക്കെ വ്യക്തികളാണ്. ഫതല്ലദി, ഫതാത്തുല്ലത്തി. എന്നാൽ മിഫ്താഹ് എന്നൊരു വസ്തുവാണ്. ആ വസ്തുവിലേക്കും എന്താണ് ഇവിടെ കൊടുത്തത്? ലിമനിൽ മിഫ്താഹുല്ലദി അലൽ മക്തബി, ടേബിളിന്മേൽ ഉള്ളതായിട്ടുള്ള ആ ചാവി ആരുടേതാണ്? ഹുവലിൽ മുദരിസ്, അത് മുദരിസിൻ്റേതാണ്. നാലാമത്തേത് ലിമനിസ്സാഅത്തുല്ലത്തി അലസരീരി. ലിമനിസ്സാഅ എന്താണ്? ലിമനിസ്സാഅ വാച്ച് ആരുടേതാണ്? അല്ലത്തി അലസരീരി, കട്ടിലിന്മേലുള്ളതായ അല്ലെങ്കിൽ ബെഡിന്മേൽ ഉള്ളതായ. നമ്മൾ പറഞ്ഞിരുന്നു ശരീറിന് ബെഡ് എന്നർത്ഥമുണ്ട്, കട്ടിൽ എന്നർത്ഥമുണ്ട്. അപ്പോൾ രണ്ടാണെങ്കിലും ഏത് രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ലിമനിസ്സാഅത്തുല്ലത്തി അലസരീർ, കട്ടിലിന്മേലുള്ളതായിട്ടുള്ള വാച്ച് ആരുടേതാണ്? അല്ലെങ്കിൽ ബെഡിന്മേലുള്ളതായിട്ടുള്ള വാച്ച് ആരുടേതാണ്? ഹിയ ലിസൗജി ഉഖ്തി, അത് എൻ്റെ സഹോദരിയുടെ ഭർത്താവിൻ്റേതാണ്. അപ്പോൾ ഇതോടുകൂടി ഈ ഭാഗങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ്. ഈ 3, 4, 5 തംരീനുകളുടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ കാര്യങ്ങൾ ഒന്ന് ആവർത്തിച്ച് വീണ്ടും നിങ്ങൾ കേൾക്കുകയും ശരിക്കും മനസ്സിലാക്കി അത് പ്രയോഗത്തിൽ കൊണ്ടുവരികയും ചെയ്യുക. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.